കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലയാളിക്ക് പണ്ടൊരു കൃഷി കലണ്ടർ ഉണ്ടായിരുന്നു. ഗൂഗിളും കാലാവസ്ഥാ പ്രവചനങ്ങളും വരുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആകാശത്തെ നക്ഷത്രങ്ങൾ നോക്കി കൃഷി ഇറക്കിയിരുന്ന കാലം. അതാണ് ഞാറ്റുവേലകൾ. ഞായറിൻ്റെ വേല അഥവാ സൂര്യൻ്റെ പ്രവർത്തനം എന്നാണ് ഞാറ്റുവേല എന്ന വാക്കിൻ്റെ അർത്ഥം. കേരളത്തിലെ കാർഷിക സംസ്കൃതിയുടെ നട്ടെല്ലായ ഞാറ്റുവേലകളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനും കാണാൻ ശ്രമിക്കുമല്ലോ. ഒരു വർഷത്തിൽ ആകെ 27 ഞാറ്റുവേലകളുണ്ട്. അശ്വതിയിൽ തുടങ്ങി രേവതിയിൽ അവസാനിക്കുന്ന ഒരു ചക്രം. ഇതിൽ ജൂൺ മാസം പകുതിയോടെ തുടങ്ങുന്ന ഇടവപ്പാതി മുതൽ ഒക്ടോബർ വരെയുള്ള ഞാറ്റുവേലകളാണ് കേരളത്തിലെ പ്രധാന കൃഷികളെ നിശ്ചയിക്കുന്നത്. പണ്ട് കാലത്ത് ഈ കലണ്ടർ നോക്കാതെ മലയാളി വിത്ത് പാകുകയോ തൈ നടുകയോ ഇല്ലായിരുന്നു. ഇനി പ്രധാന ഞാറ്റുവേലകളും അവയിലെ കൃഷിയും എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് രോഹിണി ഞാറ്റുവേലയാണ്. മഴക്കാലത്തിന് തൊട്ടു മുമ്പുള്ള സമയം. വിത്ത് തേങ്ങകൾ പാകാനും തെങ്ങിൻ തൈകൾ നടാനും ഏറ്റവും അനുയോജ്യമായ സമയമാണിത്. രണ്ടാമതായി മകയിര ഞാറ്റുവേലയാണ്. കാലവർഷം ശക്തമാകുന്ന സമയം. മണ്ണിൽ നല്ല ഈർപ്പവും തണുപ്പും ഉണ്ടാകും. കിഴങ്ങ് വർഗ്ഗങ്ങളായ ചേന, ചേമ്പ്, കാച്ചിൽ എന്നിവ നടാൻ ഏറ്റവും മികച്ച സമയം ഇതാണ്. മൂന്നാമതായി തിരുവാതിര ഞാറ്റുവേല. ജൂൺ ഒടുവിലോ ജൂലൈ ആദ്യത്തിലോ ഒക്കെ ആകാറുണ്ട്. ഇത് തിരുവാതിരയാണ് ഞാറ്റുവേലകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത്. വെയിൽ കാണാതെ നൂൽമഴ പെയ്യുന്ന സമയം. ഈ സമയത്ത് മുറിച്ചു നടുന്ന ഒട്ടുമിക്ക ചെടികളും വേര് പിടിക്കും. പ്രത്യേകിച്ച് കുരുമുളക് വള്ളികൾ നടാൻ ഇതിലും മികച്ചൊരു സമയം വേറെയില്ല. കറിവേപ്പ്, മുരിങ്ങ, കപ്പ എന്നിവയുടെ കമ്പ് നടാനുള്ള സമയവും ഇത് തന്നെയാണ്. ഇനി പൂയം, ആയില്യം ഞാറ്റുവേലകളാണ്. ഇലക്കറികളും പച്ചക്കറികളും നടാൻ പറ്റിയ സമയമാണ് പൂയം, ആയില്യം ഞാറ്റുവേലകൾ. ഇനി ആറാമത്തേത് അത്തം, ചിത്തിര ഞാറ്റുവേലകളാണ്. അത്തം കറുത്താൽ ഓണം വെളുക്കുമെന്ന പഴഞ്ചൊല്ലി അത്തം ഞാറ്റുവേലകളെക്കുറിച്ചാണ് പറയാറ്. കന്നിമാസത്തിലെ ഈ ഞാറ്റുവേലയിലാണ് നമ്മൾ വരും വർഷത്തേക്കുള്ള തക്കാളി, മുളക്, വെണ്ട, വഴുതിന എന്നിവ പാകി മുളപ്പിക്കാറ്. പയർവർഗ്ഗങ്ങൾ നടാനും ഇത് നല്ലതാണ്. പണ്ട് കാലത്ത് ഈ ഞാറ്റുവേലകൾ 100% കൃത്യമായിരുന്നു. എന്നാൽ ഇന്ന് കാലാവസ്ഥാ വ്യതിയാനം കാരണം ജൂണിൽ പെയ്യേണ്ട തിരുവാതിര മഴ ആഗസ്റ്റിലേക്ക് മാറുന്ന അവസ്ഥയിലാണ്. എങ്കിലും പ്രകൃതിയുടെ സ്വാഭാവികമായ താളം മനസ്സിലാക്കാനും ജൈവ കൃഷിയിലേക്ക് തിരിയുന്നവർക്ക് മണ്ണും സൂര്യനും തമ്മിലുള്ള ബന്ധം പഠിക്കാനും ഞാറ്റുവേലകളെക്കുറിച്ചുള്ള അറിവ് ഇന്നും അത്യാവശ്യമാണ്. അപ്പോൾ നമ്മുടെ പൂർവികർ കൈമാറിത്തന്ന വലിയ അറിവുകൾ വരും തലമുറക്കും നമ്മൾ പകർന്നു നൽകേണ്ടതുണ്ട്. നിങ്ങൾ ഈ തിരുവാതിരക്ക് എന്തൊക്കെയാണ് നട്ടതെന്ന് അറിയാൻ താല്പര്യമുണ്ട്. താഴെ കമൻറ്റ് ചെയ്യുമല്ലോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൃഷി ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.